വെൽക്കം ബാക്ക് ടു പോർട്ട്ഫോളിയോസ്. ഇൻട്രാഡേ ട്രേഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സക്സസ്ഫുള്ളായ ഒരു ഇൻഡിക്കേറ്ററാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എഫിഷ്യൻ്റായ ട്രേഡേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ടൂൾ കൂടിയാണിത്. കൂടാതെ നാളെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി എന്താണ് ഈ ഇൻഡിക്കേറ്റർ എന്നും എങ്ങനെ ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം. നിങ്ങൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ ഇൻഡിക്കേറ്ററിനെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും. VWAP, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. ഇതിനായി യൂസ് ചെയ്യേണ്ട ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ആണ്. ഇനിയും ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇത് യൂസ് ചെയ്ത് എങ്ങനെ ഒരു സക്സസ്ഫുൾ ട്രേഡ് എടുക്കാമെന്നും നമുക്ക് നോക്കാം. ഈ ഇൻഡിക്കേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ വോളിയത്തിനെയും പ്രൈസിനെയും ഒരേ സമയം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഡിക്കേഷൻ ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതൊരു ഇൻട്രാഡേ ടൂൾ ആണെന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി VWAP എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രധാനമായി ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ VWAP ലൈനിന് മുകളിലാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെ അപ് ട്രെൻഡിലാണ് അഥവാ ബുള്ളിഷ് ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ സ്റ്റോക്ക് പ്രൈസ് VWAP ലൈനിനേക്കാളും താഴെയാണെങ്കിൽ ആ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലാണെന്നും നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഈ VWAP ലൈൻ യൂസ് ചെയ്ത് ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വന്ന ഡൗട്ട് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ ഒരു എൻട്രി എടുക്കാം എന്നല്ലേ. ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എപ്പോഴാണോ ഈ ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത് അവിടെ ഒരു സ്ട്രോങ് ക്യാൻഡിലും കൂടിയാണ് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ലോങ് പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു ക്യാൻഡിൽ VWAP ലൈനിനെ ക്രോസ് ചെയ്ത് താഴേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സെൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്രോസ് ചെയ്യുന്ന ക്യാൻഡിലും അതിൻ്റെ തൊട്ടടുത്തുള്ള ക്യാൻഡിലും സ്ട്രോങ് ക്യാൻഡിൽസ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ വോളിയം അല്ലെങ്കിൽ MACD, മൂവിങ് ആവറേജ് പോലെയുള്ള മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടെ കൺസിഡർ ചെയ്ത് ഒരു ഡബിൾ കൺഫർമേഷൻ എടുത്തിട്ട് വേണം നിങ്ങൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ് ആയിട്ട് ട്രേഡ് എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ VWAP. കൂടാതെ ഈ ലൈൻ പലപ്പോഴും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങളിങ്ങനെ VWAP യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുമ്പോൾ ഈ ലൈനിനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയും സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ലൈനോ ഈ ലൈനിനെ ക്രോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോവോ ആണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയി സെറ്റ് ചെയ്യാവുന്നത്. ഇതൊക്കെയാണ് VWAPൻ്റെ ഫീച്ചേഴ്സ്. ഇനി VWAP മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ചാർട്ട് എടുത്ത് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇൻഡിക്കേറ്റേഴ്സ് ലിസ്റ്റിൽ നിന്നും VWAP എന്ന് സെർച്ച് ചെയ്ത് ഈ ഇൻഡിക്കേറ്ററിനെ ആഡ് ചെയ്യാം. ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് റിലയൻസ് വളരെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ VWAP ലൈനിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റോക്ക് പ്രൈസ് നിൽക്കുന്നത്. ഇനി 10:30 ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അത് VWAP ലൈനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് ഒരു അപ് ട്രെൻഡിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് ക്യാൻഡിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. സോ അവിടെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ റിസ്ക് റിവാർഡ് കൂടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അവിടെ നമുക്ക് വളരെ നല്ലൊരു ട്രേഡ് എടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സജസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ് ഗുജറാത്ത് ഗ്യാസ്. അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആ സ്റ്റോക്കും ഒരു അപ് ട്രെൻഡിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സമയവും ഈ VWAP ലൈനിൻ്റെ മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയും നമ്മൾ 14th മെയിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 9:30 അവിടെ VWAP ലൈനെ ക്രോസ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ക്യാൻഡിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിന് ശേഷമുള്ള ക്യാൻഡിലും വളരെ സ്ട്രോങ് ആയിട്ട് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ്. അങ്ങനെ അവിടെ നമുക്ക് ഒരു എൻട്രി പ്ലേസ് ചെയ്യാനും റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ നല്ലൊരു ട്രേഡ് എടുക്കാനും സാധിക്കും. ഇങ്ങനെയാണ് ഈ VWAP നമുക്ക് റിയൽ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറഞ്ഞ മറ്റൊരു സ്റ്റോക്കായിരുന്നു കോൾ ഇന്ത്യ. ഈ കോൾ ഇന്ത്യയുടെ ചാർട്ട് കൂടി നമുക്ക് പരിശോധിക്കാം.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിവാപ് ലൈൻ പലപ്പോഴും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ചാർട്ടിൽ 14th മെയ്യുടെ ചാർട്ടാണ് നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അതിൽ പലപ്പോഴും ഈ ഒരു വിവാപ് ലൈൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അതുകൂടാതെ ഇപ്പോൾ വേറൊരു ദിവസത്തെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 12th മെയ്യിലേക്ക് നമുക്ക് നോക്കാം. അവിടെയും ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എൻ്റെ പേര് ആൻസി ജേക്കബ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. നാളെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സ് ആണ് KEC ഇൻ്റർനാഷണൽ, റിലയൻസ്, രാംകൃഷ്ണ ഫോർജിംഗ് തുടങ്ങിയവ. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.